ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് സ്വാഗതം. ഈ കാണുന്നതാണ് നമ്മുടെ ഇന്നത്തെ പ്രകൃതി രമണീയമായ ആ വ്യൂ. കണ്ടോ, പ്രകൃതിയൊക്കെ എത്ര ശാന്തമാണ്. പക്ഷേ അടുക്കളയിലേക്ക് കയറിയാൽ കഥ മാറുണ്ടോ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പതുക്കെ ആലോചിക്കുമ്പോഴാണ് സമയം ഒത്തിരി വൈകിയെന്ന് മനസ്സിലായത്. എന്തായാലും ഇന്ന് ബക്രീദാണ്, എനിക്ക് അവധിയാണ്. എന്നാൽ പിന്നെ ചുമ്മാ ഇരുന്നാൽ മതിയോ, ഇന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇട്ട് വെച്ച് കാച്ചാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്ലാൻ ചെയ്ത് ഞാൻ കണ്ടുപിടിച്ചതാണ് നമ്മുടെ സ്വന്തം നാടൻ പോർക്കറി. എന്നാൽ പിന്നെ ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരെ അടുക്കള യുദ്ധഭൂമിയിലേക്ക് പ്രവേശിക്കാം. സോ ഞാൻ ഇവിടെ നമ്മുടെ പോർക്കിനെ വിനീഗറും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് നല്ല അന്തസ്സായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 230 ഗ്രാം പോർക്കാണ് കേട്ടോ എടുത്തേക്കുന്നത്. അളവ് കുറഞ്ഞെന്ന് വിചാരിക്കേണ്ട, കാരണം ഇത് ഞാൻ മാത്രമേ കഴിക്കൂ. ഇനി ഇതിലേക്ക് നമ്മുടെ മസാലയുടെ ഒരു പൂരമാണ് കേട്ടോ. ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും കൂടെ ഒരു എരിവിന് വേണ്ടി 3 മുളകും നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് നമ്മുടെ പൊടിപ്പൂരമാണ് കേട്ടോ. ചില്ലി പൗഡർ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ടേസ്റ്റിന് വേണ്ടി കുറച്ച് വിനീഗറും ഒരൽപ്പം വെളിച്ചെണ്ണയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ കൂടി ആവശ്യത്തിന് നല്ല പാകത്തിന് അങ്ങോട്ട് മിക്സ് ചെയ്യാം. മസാല പോർക്കിലേക്ക് ഇറങ്ങി ചേരണം കേട്ടോ. നല്ലൊരു 5 മിനിറ്റ് നല്ലൊരു മിക്സ് കൊടുക്കാം. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇറച്ചി റെസ്റ്റ് എടുക്കട്ടെ. അതുവരെ ഞാൻ കുറച്ച് വെള്ളം കൂടി. ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 3 വിസിൽ ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നാലും നമ്മുടെ പോർക്ക് നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ കുക്കർ ഇവിടെ നിന്ന് പാടട്ടെ. കുക്കർ ഇവിടെ ഇരുന്ന് വിസിലടിക്കുന്ന ഗ്യാപ്പിൽ നമുക്ക് പെട്ടെന്ന് ഒരു സ്നാക്ക് ഉണ്ടാക്കിയാലോ. എനിക്കിന്ന് ഓഫ് ആണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഇന്ന് ഓഫ് അല്ല കേട്ടോ. പുള്ളി റൂമിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ജോലി ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ലാപ്ടോപ്പിൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട്. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ അടുക്കളയിൽ വന്ന് എനിക്ക് വിശക്കുന്നു എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ച് കരച്ചിലാണ്. അപ്പോൾ പുള്ളിയുടെ ഈ വായടപ്പിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഒരു വൈറൽ മിൽക്ക് ബ്രെഡ് ടോസ്റ്റ് ആട്ടോ. സംഭവം കൊള്ളാം, അടിപൊളിയാണ്. ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ഗ്യാസൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. വാവ്, നോക്കിക്ക് നമ്മുടെ പോർക്ക് സൂപ്പറായി വന്നിട്ടുണ്ട്. അടിപൊളി കളറായി വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പായിട്ട് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. ഇതിലേക്ക് 10 ചെറിയ ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലോണം വഴറ്റാം. ഉള്ളി നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച പോർക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കറി നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട്. പോർക്കിന് കുറച്ച് എരിവ് കൂടി നിന്നാലേ രസമുള്ളൂ. കറിയുടെ മുകളിൽ ഓയിലൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ ഒരു ഭംഗിക്കും ഒരു എക്സ്ട്രാ എരിവിന് വേണ്ടി ഞാനൊരു മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നാടൻ പോർക്കറി ഇവിടെ പക്ക സെറ്റായിട്ടുണ്ട്. നല്ല പോർക്കിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി കൊതിപ്പിക്കുന്ന മണമാണ് കേട്ടോ. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.